വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മോഷനിൽ എങ്ങനെ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളും എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ വെക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രിവ്യൂ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ ആണ്, അതായത് ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ആ ഒരു എഫക്റ്റ് നിങ്ങൾ ഓഡിയോയിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. നമ്മളിപ്പോൾ ലൈറ്റ് മോഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു റേഷ്യോയിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഓഡിയോയിൽ വരാം. ഏതെങ്കിലും ഒരു ഓഡിയോ, ഞാൻ ഇപ്പം ഇന്ന് ഓഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓഡിയോ ഇതിൽ വെക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ഇതിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇതിൽ വന്ന് 3 ബീറ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ 3 ബീറ്റ്, അതായത് ആദ്യം 2 ബീറ്റ് ഇതേപോലെ 1-ലും 3-ലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ എന്നുള്ള രീതിയിൽ 2-ലും ഒരു ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ഓഡിയോ ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഈ ഒരു ബട്ടൺ ഉണ്ടാവും, ഓഡിയോയുടെ ബട്ടൺ ഉണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, ഇതേപോലെ 3 കീ ഫ്രെയിംസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ശേഷം ഈ സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമുക്കിവിടെ ഇത് 100-ന്ന് 0ലേക്ക് വരും, ദെൻ 0-ന്ന് 100ലേക്ക് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ കേവിൻ്റെ ഓപ്ഷൻ ഉണ്ടോ, ആ കേവിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ രണ്ടാമത്തെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സെലക്ട് ചെയ്തതിൽ നമ്മളിവിടെ 3-മത്തത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സൈക്ലിക് കേവാണ് സെലക്ട് ചെയ്യുന്നത്. സൈക്ലിക് കേവ് സെലക്ട് ചെയ്ത ശേഷം നമ്മളിതാ ഈ ഒരു പാർട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികം ചെയ്യണമെന്നില്ല, ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ കർവ് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു താഴത്തെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാ ഇതേപോലെ ചെയ്ത് നോക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എനിക്കിതിലിപ്പോൾ ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ. ദെൻ നമുക്കിവിടെ മുകളിൽ ഒരു ഗിയർ ഉണ്ട്, അത് വന്ന് ഈ ഒരു 2 പൊസിഷനിലേക്ക് മാത്രം നമ്മൾ മാറ്റാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ച ശേഷം ഈ ഒരു 3 ഡോട്ടിൽ വന്ന് ഈ ഒരു കർവ് കോപ്പി ചെയ്യാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗിയർ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ഇത് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ നോക്കാം. അത് നമ്മൾ ഈ ഒരു ഗിയർ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കർവിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഇങ്ങോട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പ് ആവുന്നുണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ കുറച്ചൊരു ഇതായിട്ടുണ്ടാവും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓഡിയോയിലും ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ടിലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നടക്കുക. ഒന്ന് ഷാർപ്പാവും, ഒന്നിൽ കുറച്ച് ഒരു ഇതായിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു 3 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.